വി.കെ. സനോജ് ആരാണ് അഭിലാഷ് ഡേവിഡ് എന്ന CI? രണ്ട് കുറ്റങ്ങൾക്ക് നടപടികൾക്ക് വിധേയമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ശ്രീകാര്യത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ലൈംഗികാതിക്രമ കേസ് പണം വാങ്ങി ഒത്തുതീർപ്പാക്കി കൊടുത്തു. അതിൽ ഇരയ്ക്ക് അനുകൂലമായ, പരാതിക്കാരിക്ക് അനുകൂലമായ സമീപനം ഉണ്ടാകാത്തതിനെ തുടർന്ന് ഉള്ള വിഷയം. രണ്ട് ഗുണ്ടാ നേതാക്കളുമായി, ഓം പ്രകാശ് അടക്കമുള്ള തലസ്ഥാനത്തെ ഗുണ്ടാ നേതാക്കളുമായുള്ള ബന്ധം ഒരു സമയത്ത് 2 കൊല്ലം മുമ്പ് അനിൽകാന്ത് DGP ആയിരുന്ന സമയത്ത് പോലീസിനെ ശുദ്ധീകരിക്കണം, തലസ്ഥാനത്തെ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ വേരറുക്കാൻ വേണ്ടി ഒരു സ്റ്റേഷൻ അപ്പാടെ, ഒരു സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് ഗുണ്ടാ മാഫിയ ബന്ധം ആരോപിക്കുന്ന പോലീസുകാരെ സേനയ്ക്ക് വെളിയിലാക്കാൻ, പോലീസിനെ ശുദ്ധീകരിക്കാൻ എടുത്ത നടപടികളുടെ ഭാഗമായി നടപടിക്ക് വിധേയനായ ഒരാൾ വീണ്ടും ലോ ആൻഡ് ഓർഡറിൽ ഇത്ര പരമപ്രധാനമായ ഒരു സ്ഥലത്ത് വരികയും ഒരു MP ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യ ആരോപണ വിധേയനാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം അവിടെ സംഗതമാണ്, പ്രസക്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ പാർട്ടി ചില ആളുകളെ പ്രത്യേക ഓർഡർ കൊടുത്ത് വിടുകയാണോ എന്ന അപ്പുറത്തു നിന്നുള്ള ചോദ്യത്തിന് അത് ഉപോത്ബലകമായി മാറും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും ഇയാൾക്ക് കിട്ടുന്ന ഈ പരിഗണനയും പരിരക്ഷയും. അഭിലാഷ്, ഈ ഷാഫിയുടെ ഈ ശുദ്ധ അസംബന്ധങ്ങളാണ് ഈ കാര്യം ഇപ്പൊ ആർക്കാണ് മനസ്സിലാവുന്നത്? ഇപ്പൊ അഭിലാഷ് ഡേവിഡിനെ ഇപ്പൊ ഇവിടെ ആരെങ്കിലും ന്യായീകരിച്ചോ? അഭിലാഷ് ഡേവിഡിന്റെ കുറ്റകൃത്യം സംബന്ധിച്ചാണോ ഇവിടെ ചർച്ച? അഭിലാഷ് ഡേവിഡിന്റെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായി നിയമപരിധിക്കകത്തുനിന്നുകൊണ്ടാണ് ഇടപെടാൻ വേണ്ടി കഴിയുക. ആ പോലീസ് സംവിധാനം നിയമപരിധിക്കകത്തുനിന്ന് ഇടപെട്ടു. ആദ്യഘട്ടത്തിൽ അയാൾ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ 22 മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അയാൾ സർവീസിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. അതോടെ അയാൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്നല്ല, അത് ആ സസ്പെൻഷൻ കാലയളവിൽ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് അയാളുടെ പേരിൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുക, അത് ഉയർന്ന മേധാവികൾ ആ നിലയിൽ ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടപടിക്രമങ്ങൾ ഉണ്ടാവും. അല്ലാതെ അയാളെ സംരക്ഷിക്കണമെന്നോ അയാൾ ശുദ്ധനായിരുന്നു എന്നോ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എന്തിനാണ് അത്തരമൊരു ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്? ഇവിടെ പ്രശ്നം എന്താണ്? അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഒരാളെ പണ്ടേ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് എന്നൊരു പച്ചക്കള്ളം ഷാഫി പറയുന്നു. ഷാഫി എന്നിട്ട് പറയുന്നത് ഞാൻ ഏതൊരു പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, അങ്ങനെയാണ്. അങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നൊരു കാര്യമാണോ? ഷാഫിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അതും ആരെങ്കിലും മൈക്ക് നീട്ടിപ്പോൾ പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്താൻ നിശ്ചയിച്ച് വലിയ തെളിവുകളുമായിട്ട് വന്നതല്ലേ? അഭിലാഷ്, ഒരു കാര്യം ഞാൻ പറയാം. ഈ കോൺഗ്രസ് നേതാക്കന്മാർ, നിങ്ങൾ പത്രക്കാരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് പല തെളിവുകളും ഇങ്ങനെ എയറിൽ ഉയർത്തി കാണിക്കും. നമ്മുടെ നേരത്തെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, എന്താ മറ്റേ മാത്യു കുഴൽനാടൻ. ഈ മാത്യു കുഴൽനാടൻ ഉയർത്തിയിട്ടുള്ള കുറേ പരാതികൾ, കുറേ പേപ്പർ കട്ടിങ്ങുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ കുറേ വൈകുന്നേരം ചെലവഴിച്ചല്ലോ. അവസാനം സുപ്രീം കോടതി മാത്യു കുഴൽനാടൻ്റെ ചെവിക്കടിച്ചിട്ട് പറഞ്ഞു ഇറങ്ങടാ പുറത്തുനിന്ന് പറഞ്ഞു അല്ലേ? അധികം ഇവിടെ നിന്നാൽ 10 ലക്ഷം റുപ്യ അടച്ചിട്ട് പോകേണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ ഇമാതിരി കുറെ ശങ്കരാടിയുടെ കൈരേഖയുമായിട്ട് ആളുകൾ വരും. അങ്ങനെയുള്ള ഒരു രേഖയായിട്ട് മാത്രമേ ഈ ഷാഫിയുടെ ഈ ഒക്കെ കാണുള്ളൂ. നിങ്ങൾ വെറുതെ ഈ സമയം ഇത്രയും ചെലവഴിച്ച് ചർച്ച നടത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഷാഫി പല ഷോയും കാണിക്കും. അത് അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ കോളേജിൽ SFI തോറ്റു എന്ന്. പക്ഷേ തലസ്ഥാനത്തെ ഗുണ്ടാ മാഫിയ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് നടപടിക്ക് വിധേയനായ പോലീസുകാരനെ എങ്ങനെയാണ് അദ്ദേഹം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടത്, ഈ പരിശുദ്ധിയിലേക്ക് വന്നത്? ഗുണ്ടാ മാഫിയ ബന്ധം ഇവിടെ തലസ്ഥാനത്തെ ഭരിക്കുന്ന പാരലൽ അധോലോകത്തിന്റെ നേതാക്കളുടെ തോളിൽ കൈയിട്ട് നടന്ന പോലീസുകാരന് എങ്ങനെയാണ് വിശുദ്ധി കിട്ടിയത്? അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും ഈ കാക്കിയെടുത്ത് തോളത്തിട്ട് നാട്ടുകാരെ തല്ലാനിറങ്ങിയതെന്ന് നമ്മൾ അറിയണ്ടേ, സമൂഹം അറിയണ്ടേ? ആര് പറഞ്ഞു അഭിലാഷേ? അഭിലാഷിനെ പോലത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇമാതിരി ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇന്ത്യയിൽ പോലീസ് സേനയിലെ നവീകരണത്തിന് വേണ്ടി പോലീസ് സേനയിലെ നവീകരണം, ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ച് പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ എണ്ണം കേരളത്തിന് നിയമസഭയിൽ ആധികാരികമായി 142 പോലീസുകാർ പിരിച്ചുവിടപ്പെട്ടു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ എനിക്കറിയാം. ആ പോലീസുകാരുടെ, ഈ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ വിവരങ്ങൾ, പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, അവരെന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പബ്ലിക് ഡൊമൈനിൽ വരട്ടെ. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിരിച്ചുവിടപ്പെട്ട, ഈ സംഭവം വന്നപ്പോഴാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിച്ചുവിടപ്പെട്ട പോലീസുകാർ. പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന പോലീസുകാർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അത് നമുക്ക് ആലോചിക്കേണ്ട, അന്വേഷിക്കേണ്ട, കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് വരുന്ന ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.